ചെറി ടൊമാറ്റോസും വിളഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ബാക്ക് യാർഡിൽ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം. കുറേ ദിവസമായി എൻ്റെ ചെറിയ ടൊമാറ്റോസ് എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ജോലി കാരണം ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് ഇത് എടുത്തേ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇനിയിപ്പം താഴെ വീണ് പോകും. അങ്ങനെ അതേപോലെ തന്നെ സാദാ ടൊമാറ്റോസും പഴുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം പറിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിർത്തിയിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ചീത്തയായി പോവും. അപ്പോൾ ഇത് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഇതേ കണക്ക് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഒന്നാം തരമായിട്ട് നമുക്ക് കഴിക്കാൻ, വീട്ടിൽ ഫ്രഷായിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ ഇത് സാധാ നമ്മുടെ ടൊമാറ്റോസാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ എല്ലാം ഇനി എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പറിച്ചെടുത്തു. അത് പഴുക്കാത്തത് വെച്ചിരുന്ന അത് അവിടെ ഇരുന്ന് പഴുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം 2-3 പ്രാവശ്യം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ചെറിയ ടൊമാറ്റോസ് വെച്ച് ഒരു സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ എടുത്തു. ഇതിപ്പം കഴിവിയിലേലും കുഴപ്പമില്ല, കാരണം നല്ല മഴ ഉണ്ടായിരുന്നു വെളിയിൽ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങനെ കെമിക്കൽസ് ഒന്നും അടിക്കുന്നതും ഇല്ലല്ലോ, ഫ്രഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുകിയിട്ട് വളരെ നേർമയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഭയങ്കര ജ്യൂസിയാണ് കേട്ടോ. അപ്പോൾ തിന്നായിട്ട് അരിഞ്ഞാലാണ് നല്ലത്. അങ്ങനെ അത് ഫുള്ള് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ നേർമയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയിലയും പിന്നെ ഒരു പച്ചമുളകും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ മണമുള്ള ഒരു പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ, ഇതാണ് മെയിൻ ഐറ്റം. തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാണ്, ഒരു കറി ഇല്ലെങ്കിലും സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഇതേ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അതേപോലെ ഒരു 1-1.5 ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക.